ഞാൻ ഇത്രയും 10-76 വയസ്സായി. ഞാൻ ഒരു കാലത്ത് ഒരുപാട് ദൂരത്ത് നിന്ന് വെള്ളം കെട്ടിക്കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കെട്ടിക്കൊണ്ടുവരാൻ വയ്യ, സാധിക്കില്ല. അതുകൊണ്ട് കുടിവെള്ളം നല്ലൊരു ബുദ്ധിമുട്ടിലാണ്. കുളിക്കാനൊക്കെ വല്ല ഔൺസ് കണക്കിലെ ഞാൻ കുളിക്കുന്ന വെള്ളം അറിയോ, വെള്ളം കിട്ടാഞ്ഞിട്ട്. അതുകൊണ്ട് എത്രയും വേഗം വെള്ളം ഉണ്ടാക്കി തരണം. അതല്ലെങ്കിൽ എന്റെ സ്ഥിതി മരിക്കേ ചെയ്യുള്ളൂ ഞാൻ, അല്ലാണ്ട് എനിക്ക് സാധിക്കില്ല. ഇനി വെള്ളം കെട്ടിക്കൊണ്ടുവരാൻ വയ്യ. കനത്ത ചൂട്, ഒരു തുള്ളി വെള്ളമില്ല, വെള്ളം കിട്ടാതെ ചാവുമെന്നാ തോന്നുന്നത്. വീട്ടിലെല്ലാം പൈപ്പുണ്ട്, തുറന്നാൽ കാറ്റു മാത്രം. കിണറുകൾ വറ്റി വരേണ്ടതായും വീട്ടമ്മമാർ. കാരാകുറിശി പഞ്ചായത്തിലെ 6ാം വാർഡായ പള്ളിക്കുറുപ്പ് വടശ്ശേരി പണിക്കരകുന്നിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിടുന്നത്. വാട്ടർ അതോറിറ്റിയിലെത്തി പരാതിപ്പെട്ടാൽ അന്ന് വെള്ളം വരും, പിന്നെ കാറ്റു മാത്രം. 25-ലധികം കുടുംബങ്ങളാണ് കഴിഞ്ഞ 7 വർഷമായി ദുരിതമനുഭവിക്കുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് മെമ്പർ സ്നേഹ രാമകൃഷ്ണൻ. കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് വാർഡ് 6-ൽ പള്ളിക്കുറുപ്പ് പണിക്കരകുന്ന് വടശ്ശേരി റോഡിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 10-25ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ സ്ഥലത്ത് ശക്തമായ കുടിവെള്ള പ്രശ്നം നേരിടുന്നു. 1 മാസത്തിലധികമായി ഇവിടെ ജലവിതരണം നടന്നിട്ട് പള്ളിക്കുറുപ്പ് പ്രദേശം, പുല്ലിശ്ശേരി, കാരാകുറിശി, കുണ്ടുകണ്ടം, മാങ്ങോട് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം സുലഭമായി ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം വെള്ളം കയറുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ ചെന്ന് പരാതി കൊടുക്കുകയും ആ കൊടുത്ത ദിവസം എന്നാണോ ഞങ്ങൾ പരാതി കൊണ്ടേ കൊടുത്തത് അന്ന് ഒരു ദിവസം മാത്രം വെള്ളം ഇവിടേക്ക് വിതരണം നടത്തുകയും പിന്നീടുള്ള 1 ദിവസങ്ങളിലും ഇവിടെ വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. കിണറുകളിലൊന്നും വെള്ളമില്ലാതെ ഇവിടുത്തെ കുടുംബങ്ങൾ മുഴുവൻ പുഴകളിലും ഒക്കെ വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ പോയാണ് കുളിക്കലും ബാക്കിയുള്ള അത്യാവശ്യ കാര്യങ്ങളും നടത്തുന്നത്. കുടിക്കാൻ വരെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും പെട്ടെന്നൊരു നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇവിടെ അറിയിക്കുന്നു. കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ നവീകരണത്തെ തുടർന്ന് പള്ളിക്കുറുപ്പിൽ സ്ഥാപിച്ച പ്രധാന വാൾവ് നീക്കം ചെയ്തതോടെ വെള്ളത്തിന്റെ പ്രഷർ കുറഞ്ഞു. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാറില്ല. വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും അഴിമതിയുമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയതെന്ന് രാജേന്ദ്രൻ. ഈ പ്രദേശത്ത് ഒട്ടനവധി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് ഈ പ്രദേശത്ത്. ഇത് പറയുമ്പോൾ തന്നെ ഇതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാനുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് 7 വർഷമായിട്ട് ഇതിന് പുറകെയുള്ള വ്യക്തിയാണ് ഞാൻ. ഈ വിഷയം ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയർ തൊട്ടിട്ട് താഴെ തലങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഇതിൽ പ്രധാനമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡില് പള്ളിക്കുറുപ്പ് ജംഗ്ഷനിലുള്ള ഒരു 350 DI വാൾവ് അവിടുന്ന് എടുത്തു മാറ്റി. ടിപ്പു സുൽത്താൻ റോഡിന്റെ പണിയോടനുബന്ധിച്ചിട്ട് അത് എടുത്തു മാറ്റിയത് കൊണ്ട് ഒരു വളരെ വ്യാപകമായ തോതിൽ വെള്ളം കോളപ്പാകം ഭാഗത്തേക്ക് പോവുകയും ഈ ഭാഗത്തേക്ക് വെള്ളം സപ്ലൈ വളരെ കുറവാവുകയും ചെയ്ത ഒരു അവസ്ഥയാണുള്ളത്. അതില് കോളപ്പാകം ഭാഗത്തേക്ക് പോകുന്നത് ഈ 350 DI പൈപ്പ് റോഡിന്റെ നടുവിലൂടെയും 2 സൈഡിലായിട്ട് 90, 110 അങ്ങനെ 2 പൈപ്പാണ് പോണത്. ഏതാണ്ട് 2.5 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ ഇതിന്റെ പണിക്ക് വേണ്ടി വാങ്ങിച്ചെടുക്കുകയും കോൺട്രാക്ടർമാർ വാങ്ങിച്ചെടുക്കുകയും അത് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ചെയ്തത്. വൻ അഴിമതിയാണ്. അതിൽ ഞാൻ പരാതി കൊടുത്തത് പ്രകാരം വിജിലൻസ് അന്വേഷണം വരികയും അന്വേഷിക്കലൊക്കെ ഉണ്ടായി. പക്ഷെ വിജിലൻസ് എന്ന് പറഞ്ഞാൽ തികച്ചും പ്രഹസനമാണ് ഉണ്ടായത്. വാട്ടർ അതോറിറ്റിയുടെ വിജിലൻസ് ആണ് അന്ന് വന്നത്. വാട്ടർ അതോറിറ്റിയുടെ വിജിലൻസ് വരികയും അത് തമ്മിൽ ഒത്തുതീർന്ന് അങ്ങനെ പ്രശ്നം തീരുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ചരക്കപ്പടി ഭാഗത്തേക്ക് പോരുന്ന റോഡില് 300 ഇതുള്ള പൈപ്പ് ഇങ്ങോട്ട് വരുന്നതിന് പകരം അതിൽ നിന്ന് ഒരുപാട് 75 അങ്ങനെ നിറയെ കണക്ഷൻസ് താഴെ ഭാഗത്തേക്ക് പോവുകയും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വെള്ളം കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ റോഡില് താഴേക്ക് പോകുന്നത് 160ന്റെ പൈപ്പാണ് താഴേക്ക് പോകുന്നത്. അതാണെങ്കിലോ തികച്ചും വളരെ മോശമായ പൈപ്പുകളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുകയും അതത് സമയങ്ങളിൽ കൊടുക്കുന്ന കംപ്ലൈന്റുകൾ താൽക്കാലികമായി ആ പണിയെടുത്ത് തീരുകയാണ് ചെയ്യുന്നത്.
ഇതിൽ താഴേക്കിടയിലുള്ള എഐക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് ഈ അഴിമതിക്ക് പിന്നിലുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ ഞാൻ തയ്യാറാണ്. എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഇത് വളരെ ശക്തമായിട്ടൊരു പ്രതിഷേധം വേണം. ഇത് ഇങ്ങനെ പ്രതിഷേധം നടന്നില്ലെങ്കിൽ ശരിയാക്കാം എന്ന് പറയല്ലാതെ ഇത് ഒരു കാരണവശാലും ഇത് ശരിയാവില്ല, ശരിയാക്കലോട്ട് നടക്കൂല. ഇനിയിപ്പോ ഈ പൈപ്പ് പോകുന്നത് പൊളിക്കണമെങ്കിൽ ഈ PWD റോഡ് പൊളിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും റോഡ് പൊളിക്കുന്നതിന് ആൾക്കാർക്ക് ഒരു എതിര് വരും. അത് അങ്ങനെ തൽക്കാലം രക്ഷപ്പെടാനാണ് ഈ വാട്ടർ അതോറിറ്റി ശ്രമിക്കുന്നത്. പിന്നെ ഇനി ശരിയാവും എന്ന് പറയുന്ന മറ്റൊരു കാര്യം, പുതിയ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. ആ പുതിയ പ്ലാന്റിന് ഏതാണ്ട് 25 കോടി രൂപയാണ് ചെലവ് കണ്ടിട്ടുള്ളത്. ഈ പുതിയ പ്ലാന്റ് വന്നാൽ ഈ പ്രദേശത്തൊക്കെ വെള്ളം സുലഭമായിട്ട് കിട്ടുമെന്ന് പറയുന്നു. സത്യത്തിൽ ആ പ്ലാന്റ് വന്നാൽ അതിന്റെ ഗുണം കേരളശ്ശേരി, കോങ്ങാട്, കരിമ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അത് ഞാൻ വെല്ലുവിളിച്ച് പറയാണ്. ആ പ്ലാന്റ് വന്നുകൊണ്ട് ഈ പ്രദേശത്തിന് യാതൊരുവിധ ഗുണവും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇല്ലെങ്കിൽ കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ കുറ്റക്കാരായ ആൾക്കാരെ മുഴുവൻ സമൂഹത്തിന് പുറത്തു കൊണ്ടുവരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഴക്കാലത്ത് പൈപ്പിൽ വെള്ളം വരും, പക്ഷേ മഴ മാറിയാൽ ഒരു തുള്ളി വെള്ളം കിട്ടാറില്ല. കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും പുഴയെ ആശ്രയിക്കുകയാണ്. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾക്ക് 2 കുടം വെള്ളം കിട്ടാൻ തന്നെ പ്രയാസമാണെന്ന് വത്സല. ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ള പ്രശ്നമായിട്ട് കുറെ വർഷങ്ങളോളായി. എല്ലാ വേനലാവുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വരുന്നില്ല. കിണറിലാണെങ്കിൽ വെള്ളം കുറവ്. ഇവിടെ വെള്ളം ഇല്ലാതെ ഇട്ട് ഓരോരുത്തരും ഇപ്പൊ വീട് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയാണ്, പോയിട്ടുണ്ട്. അപ്പൊ എവിടുന്നെങ്കിലും കുടിക്കാൻ ഒരു 2 കുടം വെള്ളം കൊണ്ടുവരും. ബാക്കിയുള്ള കാര്യങ്ങൾ പുഴയിൽ അവിടെ ഇവിടെ പോയിട്ടാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. ഇതിനൊരു പരിഹാരം കുറെ പ്രാവശ്യം വാട്ടർ അതോറിറ്റി പോയി ഞങ്ങൾ അപേക്ഷ കൊടുത്തു. അവരിവിടെ വന്നു നോക്കി ചെയ്യാന്ന് പറയാന്നല്ലാണ്ട് ഒരു പരിഹാരം ഇവിടെ ഇത്രയും കാലം വരെ ഉണ്ടായിട്ടില്ല. ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ മെമ്പർ വരുകൊണ്ട് കുറെയൊക്കെ അവിടെ പോയി പറയുകൊണ്ട് 2 പ്രാവശ്യം വെള്ളം വന്നു. അപ്പൊ ഇതിന് ഒരു ശാശ്വത പരിഹാരം എത്രയും വേഗം ചെയ്തു തരിക, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് സമരത്തിനായിട്ട് തീരുന്നുള്ളത്. മിസ്ട്രിയ, മാത്യു മാസ്റ്റർ, സരോജിനി, ഹരിനാരായണൻ, ശാന്ത, മുത്തു, രാധാകൃഷ്ണൻ, ശ്രീവത്സൻ, വേണുഗോപാൽ എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പാറോപ്പാടം VIP ഉന്നതിയിലും സമാനമായി കുടിവെള്ളക്ഷാമം നേരിടുകയാണെന്നും പഞ്ചായത്ത് അംഗം സ്നേഹ രാമകൃഷ്ണൻ അറിയിച്ചു. ഡയമണ്ട് ഉണ്ടോ? ഡയമണ്ട് എടുക്കാം. എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഏത് തരം ഡയമണ്ട് ആണെങ്കിലും ഇനി ഈസിയായി മാറ്റി പുതിയത് വാങ്ങാം. PGM ദ ഗ്രേറ്റ് സമ്മർ ഡയമണ്ട് ഫെസ്റ്റിലൂടെ ഏപ്രിൽ 30 മുതൽ മെയ് 2 വരെ ചെറുതും വലുതുമായ നിങ്ങളുടെ ഡയമണ്ട് ആഭരണങ്ങൾ ഡയമണ്ട് കാർഡ് ഇല്ലെങ്കിലും PGMന്റെ സമ്മർ ഫെസ്റ്റിലൂടെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങാം. ഓഫറിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ സമ്മാനം. ഒപ്പം ഉറപ്പായ നിരവധി സമ്മാനങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് PGM ജ്വല്ലറി സന്ദർശിക്കൂ. PGM ഹോൾസെയിൽ ജ്വല്ലറി, മണ്ണാർക്കാട്.